ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്നത് വാടാനപ്പള്ളി, തൃശ്ശൂർ വാടാനപ്പള്ളിയുള്ള സ്നേഹതീരം ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളെ നാട്ടിലെ പാലക്കാട് കടലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കടൽ കാണാൻ പോകുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ആവേശമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പാലക്കാട് നിന്നൊന്നും മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോകെ തൃശ്ശൂർ എത്തുന്നോറും മഴ കൂടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുതിരാനാണ്. അപ്പം ഞാൻ ഈ തുരങ്കം ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതിലൂടെ വന്നിട്ടില്ല കേട്ടോ. അന്നേരം നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യങ്ങളും കുറവായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ. ഈ തുരങ്കം ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ മഴ ഇങ്ങനെ ചെറുങ്ങനെ ചാറുന്നോണ്ടേ നമ്മളെ യാത്രയ്ക്ക് ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ ഏറ്റിട്ട് നമുക്ക് ഇങ്ങനെ പോവാൻ. പക്ഷെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഈ മഴ ഇനി കൂടിക്കഴിഞ്ഞാലേ നമുക്ക് കടലിലോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും അതുപോലെ തന്നെ ആയിട്ടോ. പോകെ മഴ കനത്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിച്ച് ഇറങ്ങാൻ പറ്റൂല, കടലിലൊന്നും കളിക്കാൻ പറ്റൂല. നമുക്ക് കടലിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മൾ അതൊന്നും കളിക്കാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ മഴയോട് അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റൂലല്ലോ. നമ്മൾ മഴയൊന്നും പെയ്യൂല, ആ മഴ ഇവിടെ എത്തുമ്പോഴത്തേനും മഴയൊക്കെ കുറയുന്നുള്ളൊരു വിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോയിട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മളവിടെ എത്തിയപ്പോഴും മഴയൊന്നും പെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വിശന്ന് അങ്ങേ എത്തിയിട്ടോ. ഭയങ്കര വിശപ്പായിരുന്നേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ കഴിച്ചു. ഒരു അട്ടാറ് ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചു. മോന് നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെയും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയപ്പം നമ്മളെ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മഴയൊന്നുമില്ല. മഴൻ്റെ ഒരു മൂടലുണ്ടായിരുന്നു, പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ എൻട്രൻസ് ചിൽഡ്രൻസ് പാർക്കിലോട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലൂടെ തന്നെ ബീച്ചിലോട്ടും പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീച്ചിലോട്ടാണ് പോയത്, അതിന് ശേഷമാണ് ചിൽഡ്രൻസ് പാർക്കിലോട്ട് പോയത് കേട്ടോ. ഈ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയതും പിന്നെ കുട്ടികളൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്നില്ല. ഒരു കടൽ കണ്ടപ്പോൾ അങ്ങ് ഓടുന്ന കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇക്ക നമ്മളെ കൂടെ ഇല്ല കേട്ടോ. ഇക്ക ലീവ് കഴിഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ തന്നെയാണ് ക്യാമറാമാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതും ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ. ഇക്ക നമ്മളൂടെ ഉണ്ടാകുമ്പോഴേ ഇക്കയാണല്ലോ വീഡിയോ ഒക്കെ എടുക്കൽ. അപ്പോൾ ഇക്ക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വീഡിയോ എടുക്കണം. പക്ഷേ എനിക്ക് പല ഭാഗങ്ങളും വിട്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഭാഗമൊക്കെ വിട്ടുപോയത്. പിന്നെ ഒരു തരത്തിൽ ഫുഡ് വിശന്നതായതുകൊണ്ട് ഫുഡ് അങ്ങോട്ട് കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാനങ്ങ് മറന്നുപോയി എന്നുള്ളതാണ് കേട്ടോ സത്യം. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹോഴ്സ് റൈഡ് നടത്താം. കടൽ കണ്ടപ്പോൾ പിന്നെ ഹോഴ്സിനെയൊന്നും ആർക്കും വേണ്ട. അപ്പോൾ എല്ലാവരും കടലിലോട്ട് പോയിട്ട് അങ്ങ് അർമാദിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ചെറുതാവുന്ന സമയത്ത് കടലിലോട്ട് വന്നപ്പം എനിക്കങ്ങനെ കടലിൽ കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുട്ടികൾ ചെറുതല്ലേ, അപ്പോൾ അവരെ എടുത്ത് അങ്ങ് കരയ്ക്ക് നിൽക്കലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുട്ടികൾ കുറച്ച് വലുതായതുകൊണ്ടേ ഞാനങ്ങ് ശരിക്കും അർമാദിച്ച് കളിച്ചു കേട്ടോ കടലിൽ. മോനെ എന്നെ വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കളിക്കാമെന്ന് പറയാം കേട്ടോ. പക്ഷെ എനിക്ക് അവനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പേടി കൊണ്ടേ ഞാൻ അവനെ കുറച്ച് കരയിൽ ഇരുത്തിയിട്ട് ടോയ്സൊക്കെ കൊടുത്ത് അവിടെ ഇരുന്ന് കളിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. കടലിൽ നമ്മൾ കളിക്കുന്നതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ ഫോൺ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കടലമ്മയ്ക്ക് ഇങ്ങനെ എൻ്റെ ഫോൺ ഇഷ്ടപ്പെട്ടിട്ടേ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാലേ പിന്നെ എനിക്ക് ഫോൺ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കടലിലോട്ട് അങ്ങ് ദൂരോട്ട് പോയി കളിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. മക്കളിങ്ങനെ കരയ്ക്കൊക്കെ ഇരുന്ന് കളിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് നേരത്തെ അർമാദിക്കലിന് ശേഷം എല്ലാവരും ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീച്ച്, ഐസ്ക്രീം, നല്ല തണുത്ത കാറ്റ്, ആഹാ എന്താ വൈബല്ലേ. എപ്പോഴും ബീച്ചിൽ വന്നൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ഇതൊന്നും വലിയ ഒരു കാര്യമായിരിക്കുമല്ലോ. പക്ഷേ എന്നെപ്പോലെ എപ്പോഴെങ്കിലൊക്കെ ബീച്ചിൽ വന്ന് എൻജോയ് ചെയ്യുന്നവർക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും അല്ലേ.
അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ പെയ്ഡ് പാർക്ക് ഉണ്ട് കേട്ടോ, അവിടെ നമ്മൾ പോയില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ചിൽഡ്രൻസ് പാർക്കിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേക ആകർഷണം എന്ന് പറയുന്നത് ഇവിടെയുള്ള മീനുകളാണ് കേട്ടോ. ആ മീനുകളെ കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇതിനകത്തോട്ട് കയറിയത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ കിഡ്സിനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മേലൊക്കെ അപ്പിടി മണലും വെള്ളമൊക്കെയാണ്, പക്ഷെ എന്നാലും അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. എല്ലാവരും ഒരു ചിൽ വൈബിൽ അങ്ങ് പോവുകയാണ്. ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും കേട്ടോ. കുട്ടികൾ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇരുട്ടായപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അതിനിടയിൽ അവർക്ക് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയത് മുതൽ തിരിച്ച് പോരുന്നവരെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ച് കാറിൽ വരുന്ന സമയത്ത് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചു. നൈറ്റ് വിൻഡോ സീറ്റ്, നല്ലൊരു പാട്ട്, തണുത്ത കാറ്റ്, ഒരു കട്ടനും കൂടി ഉണ്ടെങ്കിൽ സെറ്റായില്ലേ. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. ഞാൻ ഇന്നത്തെ യാത്ര ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ ബൈ.